അതിനിടയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരാൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ ആളാണ് ആന. വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. എറണാകുളം സ്വദേശി സതീഷിന് ഗുരുതരമായി പരിക്കേറ്റു. ചേകാടി പൊളന്നയിൽ വൈകിട്ട് 3 മണിയോടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. സ്വകാര്യ റിസോർട്ടിൽ ജോലിക്കെത്തിയതായിരുന്നു സതീഷിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. സതീഷിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? കാട്ടാനയുടെ മുന്നിൽ എങ്ങനെയാണ് സതീഷ് പെട്ടത്? സുജയ പാർവതി, 3 മണിയോട് കൂടിയാണ് ചേകാടി പൊളന്ന എന്ന് പറയുന്ന പ്രദേശത്ത് ചന്ദ്രോത്ത് എന്ന് പറയുന്ന വനാതിർത്തിയോട് ചേർന്ന സ്ഥലത്ത് വെച്ച് ഇയാളെ കാട്ടാൻ ആക്രമിച്ചത്. എറണാകുളം സ്വദേശിയാണ്. ഈ റിസോർട്ടിൽ ജോലിക്കായി എത്തിയതായിരുന്നു. 5 സുഹൃത്തുക്കളൊപ്പം ഉണ്ടായിരുന്നു. ഇവർ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഇല്ലിക്കൂട്ടത്തിന്റെ മറുവശത്ത് മറിഞ്ഞിരുന്ന കാട്ടാന ഓടി അടുക്കുകയും ഈ സതീഷിനെ കുത്തുകയുമായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടത്. സതീഷിന്റെ പുറത്താണ് ഈ ആനയുടെ കൊമ്പ് കൊണ്ട് കുത്തേറ്റത്. കൊമ്പ് കൊണ്ട് കുത്തേറ്റ് വയർ കടന്ന് പുറത്തേക്ക് കൊമ്പ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്നാണ് ആന സതീഷിനെ ഉപേക്ഷിച്ച് ഓടിയത്. ഉടൻ തന്നെ സതീഷിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ചേകാടി പൊളന്ന എന്ന് പറയുന്ന പ്രദേശം സ്ഥിരമായി വന്യമൃഗ ശല്യങ്ങളുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കാട്ടാനയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു മേഖലയാണ്. അതിനിടയിലാണ് ഈ എലിഫന്റ് വാലി എന്ന റിസോർട്ടിൽ ജോലിക്കായി സതീഷ് എത്തിയത്. സതീഷും ഒപ്പം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. വൈകിട്ട് 3 മണിയോട് കൂടിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ സതീഷിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സകൾക്കായി അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചത്. സുജയ, ഓക്കെ. കാട്ടാനയുടെ ആക്രമണത്തിൽ സ്വകാര്യ റിസോർട്ടിലെ ജോലിക്കാരനായ സതീഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. വിവരങ്ങളാണ് ദീപക് മോഹൻ നൽകിയത് വയനാട്ടിൽ നിന്ന്.